ഈ ഇവിടെ മനോഹരമായ ഭവനങ്ങൾ 5 തീർക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചിരിക്കുകയാണ്. അതിന് നമുക്ക് ഒത്തിരിയേറെ ആൾക്കാർ നമുക്കിതിനെ സഹായിച്ചവരായിരിക്കുന്ന ആൾക്കാരെല്ലാം നമുക്കിവിടെയുണ്ട്. നമ്മൾ അവരെല്ലാം പ്രത്യേകമായിട്ട് ഓർക്കേണ്ടതുമായിട്ടുണ്ട്. നമുക്കറിയാം, ഇതിവിടെ ഈ ഭവനം പൂർത്തീകരിക്കുമ്പോൾ 5 കുടുംബങ്ങൾക്ക് വളരെയേറെ സന്തോഷകരമായ സുദിനത്തിൽ നമ്മളൊക്കെ പങ്കെടുക്കാൻ ഓർക്കുക. കാരണം നമ്മളെ അവരെ സംബന്ധിച്ചോളം വീടുകളില്ലാതിരുന്നതിൻ്റെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ അവർക്ക് 5 കുടുംബങ്ങൾക്കും അവരുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ സ്വന്തമായി താമസിക്കുവാനും അവർക്ക് പേടിക്കാതെ അന്തിവർഗമായി നമുക്കൊരു ഭവനം ഒരുക്കാൻ നമുക്ക് എല്ലാവരും ഒരുമിച്ച് കൈകോർത്തപ്പോൾ സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. എന്ന് മാത്രമല്ല, ഈ വീട് നല്ല കുടുംബങ്ങളുടെ മാതൃകയാണ്. ഈ വീട്ടിൽ മദ്യപാനമോ മറ്റ് ദുശീലങ്ങളോ ഒന്നും ഈ ഭവനങ്ങളിൽ ഉണ്ടാകരുത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒരുപാട് മനുഷ്യരുടെ വിയർപ്പിൻ്റെയും അവരുടെ ഇല്ലായ്മയിൽ നിന്ന് മിച്ചം പിടിച്ച രൂപകൾ കൊണ്ട് അവർ നിർമ്മിച്ച ഭവനമാണ്. ആ ഭവനത്തിൽ ഈശോ സത്യമായി വസിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ കർത്താവിന് നിരക്കാത്ത ഒരു പ്രവൃത്തികളും അവിടെ ഉണ്ടാകാൻ പാടില്ല എന്ന് ഞാൻ സ്നേഹപൂർവ്വം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ ഭവനത്തിൽ നിന്ന് വളർന്നുകൊണ്ട് നിങ്ങളും നിങ്ങളുടെ മക്കളും വരും തലമുറകളും വളർന്നു വരുമ്പോൾ ഇതുപോലെ നമ്മൾക്ക് ദൈവം സൗജന്യമായി തന്നു, മറ്റുള്ളവർക്ക് സൗജന്യമായി കൊടുക്കേണ്ടവരാണ് എന്നുള്ള ബോധ്യത്തോടെ നിങ്ങൾ അപ്രകാരം ചെയ്യാൻ പര്യാപ്തരാകുന്ന കാലത്ത് മറ്റുള്ളവരെ സഹായിക്കാൻ നിങ്ങൾ സന്നദ്ധരാവുക. അതാണ് നിങ്ങൾക്ക് പ്രതിനന്ദിയായിട്ട് പ്രകടിപ്പിക്കാൻ പറ്റുന്നത് എന്നുള്ള സത്യം കൂടി നിങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കുക. ഇതിനുവേണ്ടി കഷ്ടപ്പെട്ട എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട വക്കീല് നമ്മൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നതാണ്, ഇവിടം വരെയും ഈ റോഡ് ടാർ ചെയ്ത് തരുമെന്ന് നമുക്ക് തരും എന്ന വക്കീൽ പറഞ്ഞതാണ് എന്ന് നമുക്കറിയാവുന്നത് കൊണ്ട് നല്ലൊരു കയ്യടി നമുക്ക് നൽകാവുന്നതാണ്. കർത്തവ്യം എന്ന് പറയുന്നത് ഈ ഒരു പ്രോഗ്രാമിന് ഔദ്യോഗികമായി നന്ദി പറയുകയെന്നാണ്. തലശ്ശേരി അതിരൂപതയിൽ 1000 വീടുകൾ, ഞങ്ങളുടെ സ്വപ്നം കാണുന്ന കൂടിയിൽ ഒരു വീട് അല്ല 2 വീട് എന്ന സ്വപ്നമാണ്. 1000 വീടുന്ന സ്വപ്നം ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് വന്നു. തലശ്ശേരി അതിരൂപതയിൽ ആത്മീയ ഭൗതികമായ വളർച്ചയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്ന, പ്രത്യേകിച്ച് തോമാപുരത്തെ ഒത്തിരി സ്നേഹിക്കുന്ന ബഹുമാനപ്പെട്ട പാപ്പളാനി പിതാവ്